നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിളിന്റെ UI/UXന്റെ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണോ, അത് പഠിച്ചിട്ട് യൂസ്ഫുൾ ആണോ, അത് പഠിക്കണോ എന്നൊക്കെ കുറേ മെസ്സേജസ് എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ഒരു UI/UX ഗൂഗിളിന്റെ കോഴ്സ് എന്ന് പറയുന്നത് 2021 എന്തുവാണ് ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ ഇന്ന് 2024 നമ്മൾ നോക്കുമ്പോൾ അതിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് 6th or 7th വീഡിയോ ഒക്കെ എത്തുമ്പോഴത്തേക്കും കൂടുതലും അത് അഡോബ് XDനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ 2021 നമ്മൾ നോക്കുമ്പോഴത്തേക്കും അഡോബ് XD ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും തന്നെ ഫിഗ്മ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഒരു മേജർ ട്രാൻസിഷൻ നടന്നിട്ടുണ്ട്. അന്ന് യൂസ് ചെയ്ത ടൂളല്ല ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതായത് ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സിൻ്റെ വീഡിയോയിൽ അവർ യൂസ് ചെയ്തേക്കുന്നത് അഡോബ് XDനെ പറ്റിയിട്ടാണ് അവർ കൂടുതൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇന്ന് റിലവൻ്റ് ആയിരിക്കുന്നത് ഫിഗ്മയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിഗ്മ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ജോബ് കിട്ടാൻ ഏറ്റവും എളുപ്പമാവുന്ന ഒരു കാര്യം. അഡോബ് XD ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറേ കമ്പനീസൊക്കെ ഇപ്പം അഡോബ് XD എന്നൊക്കെ മാറി ഫിഗ്മ യൂസ് ചെയ്യുന്നുണ്ട്. അഡോബ് XD ഇപ്പോഴും യൂസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, പക്ഷേ മെജോറിറ്റി ആൾക്കാരും ഫിഗ്മ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നോക്കുന്നത്. സോ നിങ്ങൾ ഫിഗ്മ പഠിക്കുന്നതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. മെജോറിറ്റി കമ്പനീസ് ഫിഗ്മയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലത്തെ ഗൂഗിൾ സർട്ടിഫിക്കേഷൻ കോഴ്സിലത്തെ ഒരു കൈൻഡ് ഓഫ് അപ്ഡേഷൻ വേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത് ഫിഗ്മ എന്ന് പറഞ്ഞ ടൂൾ അതിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങാനും ഗൂഗിൾ സർട്ടിഫിക്കേഷൻ കോഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അഡോബ് XD ആയിരിക്കും നിങ്ങൾ മിക്കവാറും അതിൻ്റെ അകത്ത് കാണുന്നുണ്ടാവുന്നത്. ഫിഗ്മയാണ് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിഗ്മയും കൂടെ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട് എന്ന് ഞാൻ CV-യിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രയോറിറ്റി ജോബ് നോക്കുന്ന ടൈമിൽ കിട്ടുമോ എന്നുള്ളതാണ്. ജോബ് നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും ഒരു പ്രയോറിറ്റി അല്ല. ഒരു അറ്റൻഷൻ കിട്ടുന്ന ഒരു കാര്യമായിരിക്കാം, പക്ഷേ ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് പഠിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ജോബ് കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്താണെന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു കൂടുതലായിട്ട് അത് തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് നിങ്ങൾക്കൊരു ഫണ്ടമെൻ്റൽ കോഴ്സായിട്ട് നിങ്ങൾ പുതിയതായിട്ട് UI/UXൽ വരാൻ നിൽക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫണ്ടമെൻ്റൽ കോഴ്സായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫണ്ടമെൻ്റൽസ് ഓഫ് UI/UX, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവും. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു പ്രോജക്റ്റിൽ ലൈവായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ എന്തൊക്കെയായിരിക്കും ഒരു ആക്ച്വൽ ജോബിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു ഓൺലൈൻ പ്രീ റെക്കോർഡഡ് കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഓൾറെഡി എല്ലാം കാര്യങ്ങൾ പ്രീ റെക്കോർഡഡ് ആണ്. നമ്മൾ അത് മാത്രമാണ് കേൾക്കുന്നത്. നമുക്ക് അതിൻ്റെ വേറെ പെർസ്പെക്റ്റീവ്സ് അറിയത്തില്ല. UI/UXൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡിസൈൻ പ്രിൻസിപ്പിൾസും അതിൻ്റെ കുറേ തിയറീസും പെർസ്പെക്റ്റീവ്സ്, നമ്മുടെ തിങ്കിങ് സ്കിൽ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആപ്പ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തൊരു പ്രോജക്റ്റ് വരുമ്പോൾ ആ ഒരു സംഭവത്തിൽ എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കാൻ പറ്റും, യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്, തിങ്കിങ് സ്കില്ലൊക്കെയാണ് അവിടെ വർക്ക്ഔട്ട് ആവേണ്ടത്. അപ്പോൾ നമ്മളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ വരുന്നില്ലല്ലോ. നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കുന്നു, നമ്മൾ അതുപോലെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ആയിട്ടുള്ളൊരു UI/UX റെക്കോർഡഡ് കോഴ്സ് നിങ്ങൾക്ക് അധികം ബെനിഫിഷ്യൽ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ളൊരു ഇൻട്രാക്റ്റീവ് സെഷനോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ആയിട്ടൊരു 1-on-1 ട്രെയിനിങ് സെഷനോ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഓൺലൈനിലൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ഗൂഗിളിന് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് അത് നിങ്ങൾക്കൊരു ജോബ് കിട്ടാൻ ഒരു ഫാക്ടർ ആവുന്നില്ല. CV-യിൽ ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് ആയിട്ട് മാത്രമേ അത് യൂസ്ഫുൾ ആവത്തുള്ളൂ. എപ്പോഴും ഒരു പ്രാക്ടിക്കൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തൊരു കാര്യമായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ ഷോർട്ട് ലിസ്റ്റ് ആവാൻ പോലും ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ വേറെ കോമൺ ആയിട്ട് എനിക്ക് കിട്ടിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഗൂഗിളിൽ കയറാൻ എളുപ്പമാകുമോ, ഗൂഗിളിലത്തെ ഒരു ജോബിന് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? സോ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഏത് കമ്പനിയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിലോ ഗൂഗിളിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഗൂഗിളിൽ നിങ്ങൾ അപ്ലൈ ചെയ്താലും ഗൂഗിളിലത്തെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കാം. പക്ഷേ എപ്പോഴും അവർ നോക്കുന്നത് നിങ്ങളുടെ എക്സ്പോഷറാണ്. നിങ്ങൾക്ക് എന്ത് എക്സ്പോഷർ കിട്ടി എന്നുള്ളതായിരിക്കും അവർ നോക്കുന്നത്. നിങ്ങൾ എങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യുന്നു, നിങ്ങളുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. UI/UX ജോബ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കമ്പനിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചും അവർ എന്ത് ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ് ആണ് നോക്കുന്നത് എന്നുള്ളതും ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇൻ്റർവ്യൂ റൗണ്ട്സ് കൂടുതലേ ഉണ്ടാവത്തുള്ളൂ. മിനിമം ഒരു 2 റൗണ്ട് തൊട്ട് 4 to 6 റൗണ്ട്സ് ഇൻ്റർവ്യൂ വരെ നോർമലി UI/UX റോളിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു അഡ്വാൻറ്റേജ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു അറ്റൻഷൻ കിട്ടുന്ന ഒരു കാര്യം മാത്രമാണ്. ഒരിക്കലും ആ അറ്റൻഷൻ കിട്ടുന്ന കാര്യം നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ആവാനോ നിങ്ങൾക്കൊരു ജോബ് കിട്ടാനോ ഫേവർ ചെയ്യുന്നൊരു ഫാക്ടർ ആവണമെന്ന് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു
പ്രോപ്പർ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ബിൽഡിങ്ങിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സും ഫോക്കസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു ജോബിൽ കയറാനായിട്ട്. പിന്നെ കോമൺലി എനിക്ക് കിട്ടുന്ന വേറൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് UI/UXൽ നമുക്ക് കോഡിങ്ങിന്റെ ആവശ്യമുണ്ടോ? ആക്ച്വലി കോഡിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ എൻ്റെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആയിട്ടാണ്, അതായത് 1-on-1 ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് നമ്മുടെ UI/UX കോഴ്സ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ടെക്നിക്കൽ ഇന്റർവ്യൂ ട്രെയിനിങ്ങും ലൈവ് ആയിട്ടുള്ള പ്രോജക്റ്റും എല്ലാം നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ഈവൻ നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അവർ ജോബ് നോക്കുന്ന ടൈമിൽ ഈ പറഞ്ഞ ചില കമ്പനീസ് അവർ കോഡിങ്ങും ബാക്കിയുള്ള ലാംഗ്വേജസ് അറിയണം എന്നുള്ളൊരു ക്രൈറ്റീരിയ പറയാറുണ്ട്. അത് അവർ പറയാറുണ്ടെന്നുള്ളത് നമ്മൾ അവർക്ക് ഓൾറെഡി മെൻഷൻ ചെയ്യാറുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്ന ജോബ് അവർ വിളിക്കുന്ന ഡെസിഗ്നേഷൻ UI/UX ഡിസൈനർ എന്നാണെങ്കിലും മേ ബി അവർ കാണുന്നത് ഒരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ എന്നുള്ള രീതിയിലായിരിക്കും അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനീസ് കോർ UI/UX ജോബ് അല്ല ഓഫർ ചെയ്യുന്നത്. അതൊരു മിക്സ് ഓഫ് ജോബാണ്. ഫ്രണ്ട് ആൻഡ് ഡെവലപ്മെന്റ് പ്ലസ് UI/UX വരുന്നൊരു ജോബാണ്. ആക്ച്വൽ UI/UX ജോബ് നിങ്ങളിപ്പോൾ ഗൂഗിളുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോൺ പേ, അങ്ങനത്തെ ഓരോ ആപ്പ് ബേസ്ഡ് കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ കമ്പനീസിന്റെ UI/UX റോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആക്ച്വൽ UI/UX റോളിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അത് ക്ലിയർലി അവർ പറഞ്ഞിരിക്കുന്നത് UI/UX റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി മാത്രമായിരിക്കും അതുപോലത്തെ കമ്പനീസ് ഒരു കോർ UI/UX പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നത്, ഈവൻ ഫോർ ഫ്രഷർ പൊസിഷൻ. ബാക്കി ഈ പറഞ്ഞ ലാംഗ്വേജ് അറിയണം, കോഡിംഗ് അറിയണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻസ് എല്ലാം അവർ നോക്കുന്നത് കോർ UI/UX പേഴ്സണെ അല്ല, ഒരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറിനെ പോലത്തെ റോൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോബ്സ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ ഒരുവിധം ഐഡിയ കിട്ടുന്നുണ്ടാവും നിങ്ങളൊരു കോർ UI/UX റോളിലാണോ അതോ ലൈക്ക് ഒരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്മെന്റ് റോളിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്മെന്റ് പോലത്തെ വർക്ക് ആണെങ്കിൽ ഒരിക്കലും ഒരു കോർ UI/UX ആവുന്നില്ല. അപ്പോൾ അതിനൊക്കെ മിക്കവാറും ഈ പറഞ്ഞ കമ്പനീസ് കോഡിംഗ് ഒക്കെ അറിയണം എന്നുള്ള റിക്വയർമെന്റ് പറയുന്നുണ്ടാവും. ബട്ട് ആക്ച്വൽ UI/UX ജോബിന് കോഡിങ്ങിന്റെ ആവശ്യം അധികം വരുന്നില്ല. കോമൺ ആയിട്ട് എനിക്ക് വേറെ കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ്, നമ്മൾ ഈ UI/UX കോഴ്സ് നോക്കുമ്പോഴത്തേക്കും 1 year കോഴ്സ് ഒക്കെ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ, അതോ ലൈക്ക് ഈ പറഞ്ഞ 2 months 1 month 3 month അതുപോലത്തെ കോഴ്സ് എല്ലാം എടുത്താൽ ഓക്കെ ആയിരിക്കുമോ, നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത്. സോ ബേസിക്കലി UI/UXൽ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് മോർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് മോർ അബൌട്ട് ദ എക്സ്പോഷർ ദാറ്റ് യു ഗെറ്റ്. ഇറ്റ്സ് മോർ അബൌട്ട് ഹൗ യു ക്യാൻ നമുക്ക് എന്തൊക്കെ ആംഗിളിൽ തിങ്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ പെർസ്പെക്റ്റീവ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 1 year കോഴ്സ് എടുത്താലും 2 months കോഴ്സ് എടുത്താലും 1 month കോഴ്സ് എടുത്താലും നിങ്ങൾ ഈ കോഴ്സിൽ നിന്ന് എല്ലാം പഠിക്കാൻ നിങ്ങൾ പോകുന്നത് ഒരു ടൂൾ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഫിഗ്മയാണ് എടുക്കുന്നെങ്കിൽ ഫിഗ്മ എങ്ങനെ യൂസ് ചെയ്യും, ഒരു പ്രോജക്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഡെലിവർ ചെയ്യേണ്ടി വരുന്നത്, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ആയിരിക്കും ഒരു 1 year കോഴ്സിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ടാവുന്നത്. പക്ഷേ ഈവൻ ദോ ഇപ്പോൾ നിങ്ങളൊരു 1 month 2 month കോഴ്സ് എടുത്താൽ പോലും അതിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സെയിം എക്സ്പോഷർ തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്. ബിക്കോസ് ഈ പറഞ്ഞ കോഴ്സസ് എല്ലാം തന്നെ ഒരു ടൂൾ പഠിപ്പിക്കുക, ആ ടൂൾ യൂസ് ചെയ്ത് എങ്ങനെ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ മാത്രമേ കവർ ചെയ്യുന്നുണ്ടാവത്തുള്ളൂ. എപ്പോഴും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു എഫേർട്ട് ഇടേണ്ട ആവശ്യം ഡെഫിനറ്റ്ലി ഉണ്ടാവും. ബിക്കോസ് എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഇമ്പ്രൂവ്മെന്റ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ഫുഡ് ഡെലിവറി ആപ്പിന് വർക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല ഒരു ബാങ്കിന്റെ ആപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും 2 ഇൻഡസ്ട്രിയാണ്. ഇതിൽ രണ്ടും 2 ഡിഫറെൻറ്റ് ഓഡിയൻസ് ആണ്. ഇതിന്റെ ഫീച്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും 2 രീതിയിലാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. രണ്ടിനും 2 യൂസർ ജേർണി ആണുള്ളത്. അങ്ങനത്തെ പല ഡിഫറൻസസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഡിഫറൻസസ് എല്ലാം മനസ്സിലാക്കുക, ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തി തിങ്ക് ചെയ്യുക എന്നൊക്കെയാണ് നമ്മുടെ എക്സ്പോഷർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ തനിയെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ് നിങ്ങൾ ഓരോ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റ് ആക്ച്വലി നമ്മൾ നമ്മുടേതായിട്ടുള്ള ഹോംവർക്ക് ചെയ്ത് നമ്മൾ പല പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരിക്കലും ഒരു കോഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കോഴ്സിന് എപ്പോഴും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു ടൂൾ എങ്ങനെ യൂസ് ചെയ്യണം, ഒരു ക്ലയൻറ്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ആ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, പ്രോജക്റ്റിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു കോഴ്സിന് കിട്ടുന്നുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഡ്യൂറേഷനിലത്തെ കോഴ്സ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ കോഴ്സിൻ്റെ അകത്ത് നിങ്ങളൊരു ലൈവ് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു ഇൻട്രാക്ഷൻ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്കൊരു കോഴ്സ് പഠിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ഇന്റർവ്യൂ ട്രെയിനിങ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ കോഴ്സ് ഓക്കെയാണ്. ബിക്കോസ് ഒരു കോഴ്സിൻ്റെ അത് നമുക്ക് മാക്സിമം അത്രത്തോളം ആയിരിക്കും കിട്ടുന്നുണ്ടാവുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് പഠിക്കുന്ന പ്രാക്ടിക്കൽ എക്സ്പോഷറും നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴ്സിന്റെ ഡ്യൂറേഷനിലല്ല കാര്യം, ആ കോഴ്സിൻ്റെ അത് നമുക്ക് എന്തൊക്കെ ഇൻപുട്ട് കിട്ടുന്നു, നമുക്ക് എന്തൊക്കെ നോളജ് കിട്ടുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ കോഴ്സിന്റെ ഡ്യൂറേഷൻ അല്ല ഫാക്ടർ വരുന്നത്. സോ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു UI/UX ഗൂഗിളിന്റെ കോഴ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോപ്പുലർ ബ്രാൻഡിന്റെ കോഴ്സ് എടുക്കുന്നത് നമുക്കൊരു ജോബ് കിട്ടുന്നതിൻ്റെ ഒരു അഷ്യൂരിറ്റി അല്ല. എപ്പോഴും ഒരു ജോബ് കിട്ടുന്നതിൻ്റെ ഒരു അഷ്യൂർ ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആണ്, നിങ്ങളുടെ ഇന്റർവ്യൂ പെർഫോമൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലാണ്. നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക, പോർട്ട്ഫോളിയോയിൽ മിസ്റ്റേക്സ് ഒന്നും വരാതിരിക്കാൻ നോക്കുക. ഇപ്പോൾ ഞാൻ തന്നെ ഹയർ ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു UI/UX ഡിസൈനറുടെ പോർട്ട്ഫോളിയോ എല്ലാം നമുക്ക് കിട്ടുമ്പോൾ അതിൽ ചില മിസ്റ്റേക്സ് എന്ന് പറയുന്ന അലൈൻമെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാകും. ചിലപ്പോൾ ലൈക്ക്
കളർ കോമ്പിനേഷൻ റോങ് ആയിരിക്കും, ഫോണ്ട് സൈസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഒരു UI-ൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ചില മിസ്റ്റേക്സ് ഉണ്ടാവും. ഈവൻ പോർട്ട്ഫോളിയോയിലത്തെ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരെ ഉണ്ടാവും. ആ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ ഒരു റിക്രൂട്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കാൻഡിഡേറ്റ് അത്ര സീരിയസ് അല്ലാത്തത് പോലെ ആയിരിക്കും ചിലപ്പോൾ ആ റിക്രൂട്ടറിന് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ആളുടെ പോർട്ട്ഫോളിയോ ആണ് ആൾക്കൊരു ജോബ് കിട്ടാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ഫാക്ടർ എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ പോർട്ട്ഫോളിയോയിൽ പോലും ആളൊരു ഡെഡിക്കേഷൻ കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു റിക്രൂട്ടർ ഹയർ ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാവാതിരിക്കുക. ബേസിക് ആയിട്ടുള്ള UI കാര്യങ്ങൾ, കളർ, ഫോണ്ട്, നമ്മുടെ അലൈൻമെൻറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഓൾസോ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്കൊരു വേഴ്സറ്റാലിറ്റി നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റണം. എല്ലാം ഒരേപോലെ ഇരിക്കാതെ നമ്മൾ ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്, നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് കിട്ടിയാലും നമുക്ക് വേഴ്സറ്റൈലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആംഗിളും കൂടെ നമ്മുടെ പോർട്ട്ഫോളിയോ കൺവേയിങ് ആയിരിക്കണം. അപ്പോൾ ചില ആൾക്കാരുടെ പോർട്ട്ഫോളിയോ ഒക്കെ നമ്മൾ നോക്കുമ്പം സൊമാറ്റോൻ്റെ ആപ്പ് അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ടാകും. അത് റീഡിസൈനിങ് മാത്രമാണ്. റീഡിസൈനിങ് ഒരിക്കലും പോർട്ട്ഫോളിയോ ആവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, റീഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു റിക്രൂട്ടറിനെ കൺവേ ആവുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് പുതിയൊരു പ്രോജക്റ്റ് എന്നാൽ നിങ്ങൾക്കത് എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്നത് കൺവേയിങ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോജക്ട്സ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. വേഴ്സറ്റൈൽ ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ വഴി നമുക്ക് കൺവേ ചെയ്യാൻ പറ്റണം. ഇതൊക്കെ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സാണ്. മോസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഇപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷൻസ് മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷൻസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ് ബെറ്റർ ആക്കാനുള്ള ഇൻ്റർവ്യൂ ട്രെയിനിങ് സെഷൻസ് ആണ്. ആ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ടൈമിലും ലൈക്ക് അങ്ങനെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാൻഡിഡേറ്റ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇൻ്റർവ്യൂസ് ഷോർട്ട് ലിസ്റ്റ് ആകുന്നില്ല, അവർക്ക് ഇൻ്റർവ്യൂസ് കിട്ടുന്നില്ല. കോഴ്സ് കഴിഞ്ഞു. ഈ കോഴ്സ് എന്ന് പറയുന്ന ചില ആൾക്കാർ ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുത്ത ആൾക്കാരാണ്, ചിലവർ ആക്ച്വലി ഒരു 3 months കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരായിരിക്കും. ഈ കോഴ്സൊക്കെ കഴിഞ്ഞൊരു 8 months ആയി, 6 months ആയി, എന്നിട്ട് അവർക്കൊരു ഇൻ്റർവ്യൂ കിട്ടുന്നില്ല എന്ന് പറയുന്ന കുറേ കാൻഡിഡേറ്റ്സിനെ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അവരുടെ ഇൻട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അവരുടെ പോർട്ട്ഫോളിയോ ഒരു സൊമാറ്റോയുടെ ആപ്പ് അതേപോലെ അവർ സൊമാറ്റോയുടെ പേരൊക്കെ മാറ്റി അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. അതിൽ നമ്മുടേതായിട്ടുള്ളൊരു യൂണീക്ക് എലമെൻറ്റ് ആ പോർട്ട്ഫോളിയോയിൽ വന്നിട്ടില്ല. യൂണീക്ക് എലമെൻറ്റ് ഇല്ലാതെ നമ്മൾ അവർ ഹയർ ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. നമ്മുടെ സ്കിൽസ് ആ ഒരു പോർട്ട്ഫോളിയോ കണ്ടെടുത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് കാരണവും നമ്മൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാതിരിക്കും. ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഈ പറഞ്ഞ കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫൈലിലുണ്ടായിരുന്നു. ഇതിന് പുറമെ ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അതായത് അവർ ജോബിന് അപ്ലൈ ചെയ്തു, അവർ ഷോർട്ട് ലിസ്റ്റ് ആയി, അവർ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിനു ശേഷം പിന്നീടുള്ള റൗണ്ട്സിനൊന്നും അവർ ഷോർട്ട് ലിസ്റ്റ് ആയില്ല. അവരുടെ പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ ഇൻ്റർവ്യൂ പെർഫോമൻസിലായിരുന്നു പ്രോബ്ലം. അവർക്ക് ഓൺ സ്പോട്ട് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഡിസൈൻ പെർസ്പെക്റ്റീവിൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ആയിരുന്നു ആ ഒരു ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഫേസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ടൂൾ ഉപയോഗിക്കാൻ അറിയാം എന്നുള്ളതിൽ മാത്രമല്ല കാര്യം, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പറ്റണം, ഷോക്കേസ് ചെയ്യാൻ പറ്റണം. ഈ കാര്യങ്ങളെല്ലാം ഒന്നിച്ച് വന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു ജോബിൽ പെട്ടെന്ന് കയറാൻ പറ്റുന്നത്. ഓൾസോ പിന്നെ എനിക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു ഭയങ്കര ഫ്രഷർ ലെവൽ അല്ലാതെ നമുക്കൊരു എക്സ്പീരിയൻസ് റോളിലൊക്കെ നമുക്ക് UI/UX എക്സ്പീരിയൻസ് റോളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അതായത് ഒരു ഫ്രീലാൻസ് എക്സ്പീരിയൻസ്, ഞാനൊരു ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാതെ ഞാൻ കുറച്ച് ഫ്രീലാൻസ് പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു 1 year 2 year ഫ്രീലാൻസിങ് ചെയ്തു. ആ ഫ്രീലാൻസിങ് എക്സ്പീരിയൻസ് ഒരു കമ്പനി ആക്ച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുമോ UI/UXൽ എന്നുള്ള ക്വസ്റ്റ്യൻസും ആൾക്കാർ ചോദിക്കാറുണ്ട്. സോ ഡെഫിനറ്റ്ലി അങ്ങനത്തെ എക്സ്പീരിയൻസ് കണക്കാക്കും. നിങ്ങൾ നല്ല നല്ല പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആ ഒരു പ്രോജക്റ്റിൻ്റെ ബേസിസിലൊക്കെ ഷോക്കേസ് ചെയ്യാനുണ്ടെങ്കിൽ, ചെയ്ത പ്രോജക്റ്റും ഡിഫറൻ്റ് ആണ്, നിങ്ങളുടെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രീലാൻസിങ് എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് റോളിലോട്ട് തന്നെ ഡയറക്റ്റ്ലി കയറാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല നല്ല പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാൻ നോക്കുക. ഫ്രീലാൻസിങ് എക്സ്പീരിയൻസ് കമ്പനീസ് ഒരു ആക്ച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് തന്നെയാണ്. സോ ഫ്രീലാൻസിങ് എക്സ്പീരിയൻസ് ഒരു കമ്പനി ആക്ച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസസ് കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്രീലാൻസിങ് എക്സ്പീരിയൻസിൻ്റെ കൂടെ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ആയിക്കോട്ടെ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആയിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഷോക്കേസ് ചെയ്യുന്ന വർക്ക്സും നിങ്ങൾ പാരലലി ഡെവലപ്പ് ചെയ്ത് വരിക. ഓൾസോ ലൈക്ക് ചെറിയ ചെറിയ കണക്ഷൻ ബിൽഡിംഗ്, ലൈക്ക് നെറ്റ്വർക്കിംഗ്, അതും നിങ്ങൾ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ബട്ട് നെറ്റ്വർക്കിംഗ് നിങ്ങൾ അധികം ചെയ്തില്ലെങ്കിൽ കൂടെ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നതും, നിങ്ങൾ ഫ്രീലാൻസ് പ്രോജക്ട്സ് ചെയ്യുന്നതും, നിങ്ങൾ ഏതൊക്കെ പ്രോജക്ട്സിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ വേഴ്സറ്റാലിറ്റി, നിങ്ങളുടെ ഇൻ്റർവ്യൂ പെർഫോമൻസ്, നിങ്ങളുടെ പോർട്ട്ഫോളിയോ, ഈ കാര്യങ്ങളിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 90% ഫോക്കസ് കൊടുത്തിട്ടുണ്ടാവണം. ഈ കാര്യങ്ങളെല്ലാം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ജോബ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയായിരിക്കും.
അതുപോലെ തന്നെ കോമൺ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ UX ഡിസൈൻ കോഴ്സ്, ഗൂഗിളിൻ്റെ ഡിസൈൻ കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ അതിൽ തന്നെ അവരൊരു പോർട്ട്ഫോളിയോ ടെംപ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പോർട്ട്ഫോളിയോ ടെംപ്ലേറ്റ് ആക്ച്വലി യൂസ്ഫുൾ ആണോ, ഞാൻ ആ പോർട്ട്ഫോളിയോ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് എൻ്റെ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്താൽ മതിയോ, ഗൂഗിൾ തരുന്ന പോർട്ട്ഫോളിയോ ടെംപ്ലേറ്റ് അല്ലേ അത് വെച്ച് യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കത്തില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസും മെസ്സേജസും എനിക്ക് കിട്ടാറുണ്ട്. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആ പോർട്ട്ഫോളിയോ ഫോളോ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ അത് പണ്ടത്തെ ഒരു പോർട്ട്ഫോളിയോ ആണ്, 2021 അത് മാത്രമല്ല ആ പോർട്ട്ഫോളിയോ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. എന്താണ് നിങ്ങൾ എന്തൊക്കെ ചെയ്തു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് വരുന്ന കുറേ സ്ലൈഡ് ഉള്ളൊരു പോർട്ട്ഫോളിയോ ആണ്. ഞാൻ ആക്ച്വലി ഒരു പോർട്ട്ഫോളിയോ ഒരു റിക്രൂട്ടറിന്റെ ആംഗിളിൽ നിന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഒരു റിക്രൂട്ടറിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം തന്നെ അവർ ഇഷ്ടംപോലെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടാവും. നമ്മളിപ്പോൾ ഒരു കുറേ സ്ലൈഡ് ഉള്ളൊരു പോർട്ട്ഫോളിയോ ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഫുൾ സ്ലൈഡ്സിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇന്റർവ്യൂവറിന് അല്ലെങ്കിൽ റിക്രൂട്ടറിന് പോകണം എന്നില്ല. റിക്രൂട്ടറിന് ഏറ്റവും എളുപ്പത്തിൽ കുറച്ച് സ്ലൈഡ് വരുന്ന, ഈസി ആയിട്ട് കൺവേ ആവുന്ന, ക്യാച്ചി ആയി തോന്നുന്ന, അട്രാക്റ്റീവ് ആയി തോന്നുന്ന, പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും റിലവൻ്റ് ആയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഷോർട്ടായി ചെയ്യാൻ നോക്കുക. ക്ലയൻറ്റിനെ പിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളൊരു പോർട്ട്ഫോളിയോ വെച്ചിട്ട് നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഷോർട്ടായിട്ട് ഒരാളുടെ അടുത്ത് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ട് അത് പോർട്രേ ചെയ്യാൻ നോക്കുക. ഈ പറഞ്ഞ പോർട്ട്ഫോളിയോ ഭയങ്കര ലെങ്തി ആക്കാതെ നോക്കുക. നിങ്ങളുടെ ഒരു സ്കിൽസ് ഷോക്കേസ് ചെയ്യുന്ന ഒരു ക്യാച്ചി ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങനെയായിരിക്കണം ഒരു പോർട്ട്ഫോളിയോ വേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ, ഇഫ് യു നീഡ് ഐ വിൽ മേക്ക് എ ഡീറ്റെയിൽ വീഡിയോ അബൌട്ട് ഇറ്റ്. സോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന എല്ലാ പോയിന്റ്സും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയ കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ഫ്രഷറിന്റെ മൈൻഡിൽ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഗൂഗിൾ സർട്ടിഫിക്കേഷൻ കോഴ്സിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ വേറെ ഏത് സർട്ടിഫിക്കേഷൻ കോഴ്സാണ് എടുക്കേണ്ടത്, എനിക്ക് ജോബ് കിട്ടുന്നില്ല, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവരെല്ലാവരുടെയും ഒരു കോമൺ പ്രോബ്ലം ഞാൻ ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, പ്രോപ്പർ പോർട്ട്ഫോളിയോ ആയിരിക്കത്തില്ല. 2, നിങ്ങൾ ഇന്റർവ്യൂ ട്രെയിനിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല. 3, നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റ് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടാവത്തില്ല. ക്ലയൻറ്റ് എക്സ്പോഷർ കിട്ടുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ലൈവ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്താൽ മാത്രമേ എങ്ങനെയായിരിക്കും ഒരു ക്ലയൻറ്റിന് കൂടുതൽ ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നത്, ഒരു കമ്പനിയിലത്തെ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് എങ്ങനെ ഉണ്ടാവും, നമുക്ക് അതിനകത്ത് നിന്ന് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ക്ലയൻറ്റ് എക്സ്പോഷർ, ലൈവ് പ്രോജക്റ്റ്, പോർട്ട്ഫോളിയോ, ഇന്റർവ്യൂ ട്രെയിനിങ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പലർക്കും മിസ്സായേക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞത്, ഒരു ഓൺലൈൻ പ്രീ റെക്കോർഡഡ് വീഡിയോ ഒരിക്കലും നമുക്കൊരു UI/UX റോളിൽ ജോബിലേക്ക് കയറാൻ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമല്ല. നമ്മുടെ കുറേ പ്രാക്ടീസും ഇൻട്രാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എല്ലാം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് കോമൺലി വന്ന ഇൻസ്റ്റാഗ്രാമിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്തേക്കുന്ന അല്ലാതെ വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ അതിനെപ്പറ്റിയൊരു ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാക്കാം. ഓൾസോ നമ്മുടെ കോഴ്സിനെ പറ്റി കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി മെൻഷൻ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു കോഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്. അതായത് 1-on-1 ട്രെയിനിങ് ആണ്. ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് ആണ് വരുന്നത്. സോ നമ്മളിത് ഓൺലൈൻ 1-on-1 കൊടുക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ്സ്, നിങ്ങളുടെ തിങ്കിങ് സ്കിൽ, നിങ്ങളുടെ ഡിസൈൻ പ്രോസസ് എല്ലാം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 1-on-1 ആയിട്ട് ഇൻട്രാക്ട് ചെയ്താൽ മാത്രമേ ഇത് പോസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് നമ്മൾ മെയിൻലി എയിം ചെയ്യുന്നത് ഒരു മിഡ് ഹയർ ലെവൽ കമ്പനിയിൽ ഒരു UI/UX കോർ ജോബിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ലാണ് നമ്മൾ ഈ 1-on-1 ട്രെയിനിങ് വഴി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. ഓൾസോ നിങ്ങളുടെ ഒരു സ്ട്രോങ് പോർട്ട്ഫോളിയോ ബിൽഡിങ്ങും നിങ്ങളുടെ ഇന്റർവ്യൂ ട്രെയിനിങ് സെഷനും നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓൾസോ നമ്മുടെ കോഴ്സിന് ഇപ്പോൾ പല ഡ്യൂറേഷനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ വർക്കിംഗ് പ്രൊഫഷണൽസിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലത്തെ കോഴ്സ് ടൈമിങ്സ് നമുക്കുണ്ട്. ഓൾസോ ലൈക്ക് ഒരു ഫ്രഷറിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലും ഷോർട്ടസ്റ്റ് ഡ്യൂറേഷനിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്യൂറേഷനിലെ കോഴ്സസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കോഴ്സിനെ പറ്റി അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓൾസോ നമ്മുടെ UI/UX കോഴ്സിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ അറ്റാച്ച് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെൻഷൻ ദോസ് ഇൻ ദ കമൻറ്റ്സ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ഹോപ്പ് ദിസ് വീഡിയോ is useful. Also subscribe this channel for more updates.